شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്തുതികൾ സർവ്വതും അള്ളാഹുവിനുള്ളതാണ് എന്ന് തിരിച്ചറിയുകയും അള്ളാഹു അല്ലാത്ത മറ്റാർക്കും സ്തുതികൾ അർപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ പരിശുദ്ധമായ നിലപാടിൽ നമ്മൾ അടിയുറച്ച് നിൽക്കണം എന്നാണ് സൂചിപ്പിച്ചത്. നമ്മൾ അള്ളാഹുവിനെ മാത്രമാണ് ആത്യന്തികമായി മഹത്വപ്പെടുത്തേണ്ടത്, വാഴ്ത്തേണ്ടത്, സ്തുതിക്കേണ്ടത് എന്ന കാര്യം ഇസ്ലാം പല രീതികളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ അനുഷ്ഠാനങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളിലുമൊക്കെ അത് വളരെ വ്യക്തവുമാണ്. ഇപ്പോൾ നമസ്കാരത്തിൽ തന്നെ അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തുൽ ഇല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. അവിടെ അത്തഹിയാത്ത് എന്ന് പറയുമ്പോൾ എല്ലാ തഅ്ലീമാത്തുകളും എല്ലാ ഇക്റാമാത്തുകളും എല്ലാ തരത്തിലുള്ള ആത്യന്തികമായ ആദരവുകളും ബഹുമാനങ്ങളും പുകഴ്ത്തലുകളും തിരുമുൽക്കാഴ്ചകളും അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. നമ്മൾ അൽഹംദുലില്ലാ എന്ന പ്രയോഗം തന്നെ നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനകളിലും അതേപോലെ അതിൻ്റെ മറ്റു രൂപങ്ങൾ അള്ളാഹുവിനുള്ളതാണ് സ്തുതി എന്ന് പറയുന്ന രൂപങ്ങൾ സുജൂദിലെ പ്രാർത്ഥനകളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിലും നമ്മൾ നിത്യമായി സാധാരണ നിലയിൽ പലതവണ ആവർത്തിക്കുവാൻ വേണ്ടി ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള ദിക്റുകളിലൊക്കെ തന്നെ നമുക്കിത് കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രസിദ്ധമായ പ്രാർത്ഥന, അതിൽ ഹംദ് അള്ളാഹുവിനുള്ളതാണ് എന്ന് നമ്മളോട് പ്രഖ്യാപിക്കാൻ വളരെ കൃത്യമായി തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. സർവസ്തുതികളും അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന് മാത്രമുള്ളതാണ്, മറ്റാർക്കും അത് വകവെച്ചു കൊടുക്കാൻ നമ്മൾ സന്നദ്ധമല്ല എന്നാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്ർ 10 പ്രാവശ്യം ചൊല്ലുന്നത് 4 അടിമകളെ മോചിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആശയപരമായ ആഴവും പരപ്പുമാണത് വ്യക്തമാക്കുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വം പല രീതികളിൽ ഉദ്ഘോഷിക്കുകയാണ് ആ ദിക്റിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഹജ്ജിന് പോകുന്നു, ഉംറക്ക് പോകുന്നു, നമ്മൾ തെൽബിയത്ത് ചെല്ലുന്നു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. നിശ്ചയമായും നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് അൽ ഹംദ്, മുഴുവൻ സ്തുതികളും അത് നിനക്കുള്ളതാണ്, മുഴുവൻ അനുഗ്രഹങ്ങളും അത് നിന്നിൽ നിന്നുള്ളതാണ്, എല്ലാ ആധിപത്യവും അത് നിന്റേതാണ്, നിന്റേത് മാത്രമാണ് എന്ന് നമ്മളവിടെ പ്രഖ്യാപിക്കുന്നു. അവിടെ കഅബയിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് പോലും നമ്മൾ അൽഹംദുലില്ലാ എന്ന് വേറെ വാക്കുകളിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയൊക്കെ തൗഹീദിന്റെ വിളംബരമാണ് നമ്മൾ കാണുന്നത്, ഷിർക്കിന്റെ നിരാകരണമാണ്, നിഷേധമാണ് നമ്മൾ കാണുന്നത്. ഇത് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, അള്ളാഹു അല്ലാത്തവർക്ക് ഹംദ് സമർപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അള്ളാഹുവിന് ഹംദ് സമർപ്പിക്കുന്നതിൻ്റെ പൊരുൾ പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഉണ്ടായാൽ, സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ, നമ്മളുടെ ജീവിതത്തിന്റെ എളുപ്പം വർദ്ധിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഭാസങ്ങൾക്ക് നമ്മൾ സാക്ഷിയായാൽ അവിടെയൊക്കെ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം എന്ന് നമ്മൾ പറയുന്നു. അത് തീർച്ചയായും അള്ളാഹുവിനോടുള്ള ഒരു നന്ദി പ്രകാശനമാണ്. പക്ഷേ ആ നന്ദി പ്രകാശനം എന്നതിനപ്പുറത്ത് അതിന് ചില പൊരുളുകളുണ്ട്. ആ പൊരുളുകളെ കുറിച്ചുകൂടി ആലോചിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അൽഹംദുലില്ലാ എന്ന് കേവലമായി പറഞ്ഞു പോകുന്നതിന് പകരം അതിൻ്റെ ആശയം എന്താണ് എന്ന് നമ്മൾ ആഴത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. എനിക്ക് ഒരു സന്തോഷമുണ്ടാകുന്നു, എനിക്ക്
ഒരു കുഞ്ഞ് പിറക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പണം കിട്ടുന്നു, എനിക്ക് പുതിയൊരു വാഹനം ഉണ്ടാകുന്നു, എനിക്ക് പുതിയൊരു വീടുണ്ടാകുന്നു, അല്ലെങ്കിൽ എനിക്ക് നല്ല ബുദ്ധിപരമായ ശേഷികളുണ്ട് എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അറിവുണ്ട് എന്ന് വിചാരിക്കുക, അതുമല്ലെങ്കിൽ എനിക്ക് നല്ല സൗന്ദര്യമുണ്ട് എന്ന് കരുതുക. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ അനുഗ്രഹങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയ ഒരുപാട് അറിവുകൾ എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്ന് കരുതുക, എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എന്ന് വിചാരിക്കുക, നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോന്നായി ഓർത്തു നോക്കുക. അത് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് അൽഹംദു ലില്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ അത് കേവലമായൊരു നന്ദി പ്രകാശനം മാത്രമല്ല, മറിച്ച് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഇവിടെ ദൈവമായി സങ്കല്പിക്കപ്പെടുന്നവക്കൊന്നും തന്നെ അതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. എന്റെ സൗന്ദര്യം നിങ്ങൾ കാണുന്നുണ്ടാകാം, എന്റെ സമ്പത്ത് നിങ്ങൾ കാണുന്നുണ്ടാകാം, എന്റെ മക്കളെ നിങ്ങൾ കാണുന്നുണ്ടാകാം, എന്റെ ബുദ്ധി നിങ്ങൾ കാണുന്നുണ്ടാകാം, എന്റെ അറിവ് നിങ്ങൾ കാണുന്നുണ്ടാകാം, എന്റെ സംസാര വൈഭവം നിങ്ങൾ കാണുന്നുണ്ടാകാം, എന്റെ ആരോഗ്യം നിങ്ങൾ കാണുന്നുണ്ടാകാം, എന്റെ വാഹനവും എന്റെ വീടും നിങ്ങൾ കാണുന്നുണ്ടാകാം. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഭയങ്കരമാണ്, ഞാൻ ഭയങ്കര ഉഷാറാണ്, എനിക്കൊരുപാട് കഴിവുകളുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം. എന്നല്ല, ഞാൻ തന്നെ ചിലപ്പോൾ ചെറുതായി അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം. ആ ചിന്ത അതിൻ്റെ വേരോടുകൂടി, മുരടോടുകൂടി നമ്മൾ മുറിച്ചു മാറ്റണം. ഞാൻ പ്രഖ്യാപിക്കുകയാണ്, അൽഹംദ്, എനിക്കിങ്ങനെയുണ്ടെങ്കിൽ അതിനുള്ള സ്തുതികൾ അഖിലവും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്, അതിനുള്ള വാഴ്ത്തുകൾ അഖിലവും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്, അതിനുള്ള സ്തോത്രങ്ങൾ അഖിലവും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. എനിക്കതിൽ യാതൊരു പങ്കുമില്ല. ഞാൻ തന്നെ, ഞാനെന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഈ ശരീരം, ഈ ആത്മാവ്, ഈ മനസ്സ് എല്ലാം അവന്റെ ദാനമാണ്, അവന്റെ ഔദാര്യമാണ്, അവന്റെ സമ്മാനമാണ്. അതിനുള്ള കഴിവുകൾ, ശേഷികൾ, അനുഗ്രഹങ്ങൾ, അതിന്റെ ആസ്വാദനങ്ങൾ എല്ലാം തന്നെ അവൻ നൽകിയത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അവന്റെ ഇച്ഛപ്രകാരം, അവന്റെ കൽപ്പന പ്രകാരം, അവന്റെ തീരുമാനപ്രകാരം, അവന്റെ ഔദാര്യം എന്ന നിലക്ക് മാത്രം സംഭവിക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. അതിലൊന്നും എനിക്കൊരു ക്രെഡിറ്റുമില്ല, എന്റെ കഴിവല്ല, എന്റെ പരിശ്രമമല്ല, എന്റെ അധ്വാനമല്ല, മറിച്ച് അള്ളാഹുവിന്റെ, ദയാപരനായ അള്ളാഹുവിന്റെ, പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ ഔദാര്യങ്ങൾ മാത്രമാണ്, സമ്മാനങ്ങൾ മാത്രമാണ് ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്നെ പ്രശംസിക്കുന്നില്ല, എന്നെ പുകഴ്ത്തുന്നില്ല, എനിക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, എന്നെ ഞാൻ വാഴ്ത്തുന്നില്ല. അതേപോലെ നിങ്ങൾ എന്നെയല്ല ഇതിന് വാഴ്ത്തേണ്ടത്, എന്നെയല്ല നിങ്ങൾ പുകഴ്ത്തേണ്ടത്, എന്നെയല്ല നിങ്ങൾ പ്രശംസിക്കേണ്ടത്. ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന ഓർമ്മയാണ്, എന്ന ബോധമാണ്, എന്ന അവബോധമാണ് എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ പറയാൻ നമ്മൾക്ക് കഴിയാറുണ്ടോ എന്നതാണ് ചോദ്യം. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചു, നമ്മളൊരു വസ്ത്രം ധരിക്കുന്ന സമയത്ത്, ആ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ചൊല്ലണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദ സൗബ വറസഖനീഹി. ഈ വസ്ത്രം എന്നെ ധരിപ്പിച്ച, ഈ വസ്ത്രം എനിക്ക് നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഈ വസ്ത്രത്തിന് നല്ല തിളക്കമുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, ഇത് നല്ല ഗുണനിലവാരമുള്ള വസ്ത്രമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ വാഴ്ത്തപ്പെടേണ്ടത് ഞാനല്ല, അത് എനിക്ക് നൽകിയത് അള്ളാഹുവാണ്, എന്നെ അത് ഉടുപ്പിച്ചത് അള്ളാഹുവാണ്. ആ പ്രാർത്ഥന പക്ഷേ അവിടെ അവസാനിപ്പിക്കുന്നില്ല. വളരെ മനോഹരമായ ഒരു തുടർവാചകം ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ നമ്മളോട് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. എൻ്റെ ഒരു കഴിവും കൂടാതെ, എൻ്റെ ഒരു ശേഷിയും കൂടാതെ, എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്കില്ല് കൂടാതെ, പവർ കൂടാതെ, എബിലിറ്റി കൂടാതെ അള്ളാഹു എനിക്ക് നൽകിയതാണത്. ഇത് അവന്റെ കഴിവാണ്, അവന്റെ ശക്തിയാണ്, അവന്റെ ഔദാര്യമാണ്, അവന്റെ തീരുമാനമാണ്. എനിക്കതിലൊരു പങ്കുമില്ല. അതുകൊണ്ട് ഞാൻ എന്നെ ഇതിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുന്നു. ഇതിന്റെ എല്ലാ തരത്തിലുള്ള വാഴ്ത്തുകളും അള്ളാഹുവിലേക്ക് ഞാൻ തിരിക്കുന്നു. അതാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അത് കേവലം ഒരു നന്ദി പറയലല്ല, അത് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ, അവന് നമ്മുടെ മേലുള്ള നിയന്ത്രണത്തെ, എല്ലാം അവന്റെ ആധിപത്യത്തിലാണ് എന്ന വസ്തുതയെ ഉദ്ഘോഷിക്കൽ കൂടിയാണ്. അത് നമ്മളുടെ വിശ്വാസത്തിന്റെ പരമപ്രധാനമായ ഭാഗമാണ്. എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിലേക്ക് ആസ്ക്രൈബ് ചെയ്തുകൊണ്ട്, ഇതൊന്നും നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിനയം പ്രാപിക്കുക എന്ന അവസ്ഥാവിശേഷം, അതാണ്
യഥാർത്ഥത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ വലിയൊരു സൽഫലം നമ്മളുടെ സ്വഭാവം നന്നാകും, നമ്മളുടെ സംസ്കാരം നന്നാകും, നമ്മളുടെ മനസ്സിൽ നിന്ന് അഹങ്കാരത്തിന്റെ വിത്തുകൾ പൂർണ്ണമായി പിഴുതുമാറ്റപ്പെടും. ഓരോ അൽഹംദുലില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഞാനല്ല, അള്ളാഹുവാണ് സകലതും, അവനാണ് സകലതും തരുന്നത്, അതല്ലാതെ ഇതൊന്നും എന്റെ നേട്ടങ്ങളല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അറോഗൻസിന്റെ, പ്രൈഡിന്റെ, ഔദ്ധത്യത്തിന്റെ, അഹങ്കാരത്തിന്റെ എല്ലാ വിഷവിത്തുകളും മനസ്സിൽ നിന്ന് ഒഴിവാക്കി അള്ളാഹുവേ ഞാൻ നിസ്സഹായനും നിസ്വനുമാണ്, നീ നൽകിയത് കൊണ്ട് എനിക്കിത് ലഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അതെല്ലാം നിനക്കുള്ളതാണ്, നീ എപ്പോഴാണോ അത് തിരിച്ചെടുക്കുന്നത് അപ്പോൾ അതെനിക്ക് ഇല്ലാതാകും എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അവിടെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അവന്റെ ഔദാര്യങ്ങളുടെ ഒരു കണ്ടിൻജൻസി, ഇതൊന്നും നമ്മളുടേതല്ല, നമ്മളുടെ നിയന്ത്രണത്തിലുള്ളതല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതിസമ്പന്നനായ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. ആ അതിസമ്പന്നനായ മനുഷ്യൻ ഇത് അവന്റേതാണ് എന്ന് വിചാരിക്കുമ്പോൾ അവനിൽ അഹങ്കാരം ഉണ്ടാകുന്നു. എന്നാൽ ഇതെല്ലാം അള്ളാഹു തന്നതാണ്, ഇത് എനിക്ക് ഒരു നിലക്കും ഉണ്ടാക്കാൻ കഴിയുന്നതല്ല, അതുവഴി ഞാൻ ശ്രേഷ്ഠനാകുന്നില്ല എന്നയാൾ വിചാരിക്കുകയാണെങ്കിൽ അയാൾ വിനയമുള്ള ഒരാളാകുന്നു, അയാൾ ഒരു നല്ല മനുഷ്യനായിത്തീരുന്നു. ആ സമ്പത്ത് ഇത് അള്ളാഹു തന്നതായതുകൊണ്ട്, എനിക്കതിൽ അഹങ്കരിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ട്, സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ലാത്തത് കൊണ്ട്, ഇതില്ലാത്തവർക്ക്, മറ്റുള്ളവർക്ക് ഞാനത് പങ്കുവെക്കണം, കൊടുക്കണം എന്ന മനോഭാവം അയാളിൽ ഉണ്ടാകുന്നു. അൽഹംദുലില്ലാ, മനുഷ്യരെ നന്നാക്കും, അൽഹംദുലില്ലാ മനുഷ്യരെ ഒന്നാക്കും. ആ അർത്ഥത്തിൽ അതിന്റെ പൊരുൾ തിരിച്ചറിയാനും ആലോചിക്കുവാനും നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. ഇപ്പോ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് നമ്മളോട് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗമാണ്, ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ. നമ്മളോട് നിരന്തരമായി ആവർത്തിക്കുവാൻ ഇസ്ലാം ആവശ്യപ്പെടുന്ന വചനം ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു അനുചരനോട് ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ, ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അനുചരനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ അനുചരൻ പ്രതിവചിക്കുന്നുണ്ട്, അതേ പ്രവാചകരെ, എനിക്കത് അറിയണം. എന്താണ് സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്ന വാചകം, അത് സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. ഇത് നമ്മളിങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്, യാന്ത്രികമായി പറഞ്ഞു പോകുന്നതാണ്. അങ്ങനെയല്ല അത് പറയേണ്ടത്. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ. അതിന്റെ പൊരുൾ നമ്മൾ അറിഞ്ഞാൽ നമ്മൾ സ്വർഗപ്രവേശനത്തിന് അർഹത നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. സ്വർഗത്തിലെ മഹത്തായ ആസ്വാദനങ്ങൾക്ക് നമ്മൾ അർഹത നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനെ കൂടാതെ, അള്ളാഹു വഴിയല്ലാതെ, അള്ളാഹു നൽകിയിട്ടല്ലാതെ എനിക്ക് ഒരു കഴിവുമില്ല, ഒരു ശേഷിയുമില്ല, ഒരു പവറുമില്ല, ഒരു സ്കില്ലുമില്ല. ഒരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു എനിക്ക് ആ കഴിവ് നൽകുന്നത് കൊണ്ട് മാത്രമാണ്, എന്നെ അതുകൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എന്നാണ് നമ്മളവിടെ പ്രഖ്യാപിക്കുന്നത്. പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത് കാണാൻ കഴിയും. നമ്മൾ എപ്പോഴും തിന്മകളിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുള്ളവരാണ്. അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ അനുഗ്രഹമില്ലെങ്കിൽ നമ്മൾക്ക് ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അള്ളാഹുവിനെ അനുസരിക്കാനും പുണ്യങ്ങൾ ചെയ്യാനും നമ്മൾക്ക് ആഗ്രഹമുണ്ടാകാം, പക്ഷെ അള്ളാഹു നമ്മളെ അതിന് സഹായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് അതിന് കഴിയില്ല എന്നൊക്കെയാണ് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്ന് പറയുമ്പോൾ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ അതിന്റെ ഉദ്ദേശ പരിധിയിൽ വരും എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെയൊക്കെ അൽഹംദുലില്ലാ എന്ന് പറയുന്ന അതേ ആശയമാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. ഒന്നും എന്റേതല്ല, ഞാൻ ഉണ്ടാക്കിയതല്ല, അവന്റേതാണ്, അതുകൊണ്ട് അവനെ വാഴ്ത്തുക, എന്നെയല്ല എന്ന പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ നമ്മൾ അവിടെ നിർവഹിക്കുന്നത്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫിലെ ഏതാനും വചനങ്ങൾ നമ്മൾ ഇവിടെ കേൾക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا
لكنّا هو الله ربي ولا أشرك بربي أحدا ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا أو يصبح ماؤها غورا فلن تستطيع له طلبا. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്ന പ്രസിദ്ധമായ ഒരു ഉപമയുടെ സന്ദർഭത്തിൽ നിന്നുള്ളതാണ് ഈ വചനങ്ങൾ. രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. ആ കൂട്ടുകാരിൽ ഒരാൾക്ക് അള്ളാഹു വലിയ രണ്ട് തോട്ടങ്ങൾ നൽകി. അതാണ് അള്ളാഹു വിശദീകരിക്കുന്ന ഉദാഹരണം, ഉപമ. ആ തോട്ടങ്ങൾ പലതരത്തിലുള്ള മുന്തിരികൾ കൊണ്ട് നിബിഡമായ തോട്ടങ്ങൾ, മുന്തിരി വള്ളികൾ കൊണ്ട് സമൃദ്ധമായ തോട്ടങ്ങൾ. അതോടൊപ്പം അതിൽ ഈത്തപ്പന മരങ്ങൾ ഉണ്ടായിരുന്നു. ആ തോട്ടങ്ങൾക്കിടയിലൂടെ അരുവികൾ ഒഴുകുന്നുണ്ടായിരുന്നു. എത്ര മഹത്തായ അനുഗ്രഹമാണത്. പക്ഷേ ആ ചങ്ങാതി അഹങ്കാരിയായി. ഇതൊക്കെ കണ്ടപ്പോ അയാൾ ഇതൊക്കെ ഞാൻ വലിയവനാണ് എന്ന ചിന്ത അയാളിലേക്ക് വന്നു. ഇത് അള്ളാഹു നൽകിയതാണ്, അള്ളാഹുവിന് വേണമെങ്കിൽ അത് തിരിച്ചെടുക്കാൻ കഴിയും എന്ന വസ്തുത അയാൾ മറന്നു. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ഇതിനൊക്കെ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യം അയാളുടെ മനസ്സിൽ നിന്ന് തമസ്കരിക്കപ്പെട്ടു. അയാൾ തന്റെ കൂട്ടുകാരനോട് വലിയ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി. എനിക്ക് നിന്നേക്കാൾ ധനമുണ്ട്, എനിക്ക് വലിയ സന്നാഹങ്ങളുണ്ട്, എന്നെ പിന്തുണക്കാൻ വലിയ ആൾക്കൂട്ടങ്ങളുണ്ട്. ഇതൊന്നും അള്ളാഹു നൽകിയതൊന്നുമല്ല. പരലോകത്ത് ഇനി അള്ളാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവുകയില്ല. ഇതൊന്നും ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തിന്റെ കൊടുമുടി കയറി എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന വസ്തുത മറന്നുകൊണ്ട് അയാൾ സംസാരിച്ചതിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ആ കൂട്ടുകാരൻ അയാളോട് പറഞ്ഞ വർത്തമാനമാണ് നമ്മൾ കേട്ട വചനങ്ങളിലുള്ളത്. ആ കൂട്ടുകാരൻ അയാളോട് പറഞ്ഞു, എന്ത് വർത്തമാനമാണ് ചങ്ങാതി, എങ്ങനെയാണ് നീ പടച്ചവനെ മറക്കുന്നത്? മണ്ണിൽ നിന്ന് ആദമിനെ സൃഷ്ടിച്ചവനാണവൻ. അവന്റെ മക്കളായി ശുക്ലത്തിൽ നിന്ന് പിന്നെ പിന്നെ മനുഷ്യരുണ്ടായി. അങ്ങനെ അവൻ രൂപകൽപ്പന ചെയ്ത മനുഷ്യനാണ് നീ. അവനില്ലാതെ നീയില്ല. അവനാണ് നിന്നെ തന്നെ സൃഷ്ടിച്ചത്. അവനാണ് നിനക്ക് ഈ തോട്ടങ്ങൾ നൽകിയത്. അവനാണ് നിനക്ക് അതിന്റെ താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന അരുവികൾ ഉണ്ടാക്കി തന്നത്. അഹങ്കരിക്കരുത്. അവന് വേണമെങ്കിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തി ഈ തോട്ടത്തെ പാടെ അപ്രത്യക്ഷമാക്കാൻ കഴിയും. അവന് ഒരുപക്ഷെ നിനക്ക് നൽകിയതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകാൻ കഴിയും. അതൊക്കെ അവൻ ആർക്ക് നൽകുന്നു എന്നതിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അവൻ എത്ര കാലം നിലനിർത്തുന്നു എന്നതിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അതിന്റെ പേരിൽ ഒരിക്കലും അഹങ്കരിക്കരുത്, അവനെ മറന്നു കളയരുത് എന്നാ കൂട്ടുകാരൻ ഉപദേശിച്ചതിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. പക്ഷേ അയാൾ അഹങ്കാരം തുടർന്നു. അള്ളാഹു അയാളുടെ തോട്ടത്തെ നശിപ്പിച്ചു. അയാൾ വിരൽ കടിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി എന്ന് ഖുർആൻ അതിന്റെ തുടർച്ചയായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഒരു അഹങ്കാരത്തിലേക്ക്, ഔദ്ധത്യത്തിലേക്ക് നമ്മൾ വീണുപോകാതെ എല്ലാം അവനിൽ നിന്നാണ് എന്ന ഓർമ്മ നിലനിർത്താൻ നമ്മൾക്ക് സഹായകമാകുന്ന ഒരു ദിക്റാണ് വാസ്തവത്തിൽ അൽഹംദുലില്ലാ എന്നത്. ഈ വചനത്തിൽ തന്നെ ആ ഭക്തനായ കൂട്ടുകാരൻ, അള്ളാഹുവിനെ ഓർമ്മയുണ്ടായിരുന്ന കൂട്ടുകാരൻ തന്റെ അഹങ്കാരിയായ കൂട്ടുകാരനോട് പറഞ്ഞതായി ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്: നീ നിന്റെ തോട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ അഹങ്കാരത്തിന്റെ വർത്തമാനങ്ങളല്ല പറയേണ്ടത്, മറിച്ച് നിനക്ക് പറഞ്ഞുകൂടെ മാഷാ അല്ലാ. മാഷാ അല്ലാ നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാചകമാണിത്. നമ്മുടെയൊക്കെ നിത്യവ്യവഹാരങ്ങളിലുള്ള വാചകമാണത്. നിനക്ക് മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞുകൂടെ? ഇതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടുണ്ടായതാണ്. അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം സംഭവിച്ചതാണ്. ലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവില്ലാതെ, അള്ളാഹുവിനെ കൂടാതെ, അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഇതുണ്ടാക്കാൻ എനിക്ക് ശക്തിയില്ല, എനിക്ക് ശേഷിയില്ല, എനിക്ക് കഴിവില്ല. ഇത് അവന്റെ അനുഗ്രഹമാണ്, അവന്റെ കഴിവാണ്, അവന്റെ ശക്തിയാണ്, അവൻ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ചതാണ് എന്ന വിനയത്തിന്റെ വർത്തമാനം, എന്ന കേവലമായൊരു വസ്തുതയുടെ
പ്രഖ്യാപനം ഈ തോട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിനക്ക് നടത്തിക്കൂടെ എന്നാണ് അയാൾ അവിടെ ചോദിക്കുന്നത്. നമ്മൾ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന പ്രയോഗത്തിൽ കേൾക്കുന്ന അതേ പ്രയോഗം ലാ ഖുവത്ത ഇല്ലാ ബില്ലാ, മാഷാ അല്ലാ എന്നൊക്കെയാണ് നിങ്ങൾ അവിടെ പറയേണ്ടത് എന്ന കൂട്ടുകാരൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതെ, ആ ഓർമ്മയാണ്, ആ ബോധമാണ്, ആ അവബോധമാണ് ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്ക് മുന്നിലും നമ്മൾക്കുണ്ടാകേണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പാരായണം ചെയ്യുമ്പോൾ പടച്ച തമ്പുരാന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് നമസ്കാരത്തിൽ ഉരുവിടുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, അള്ളാഹുവേ, ഒരു വാഴ്ത്തും ഒരു പ്രശംസയും ഒരു സ്തുതിയും ആത്യന്തികമായി ഞാൻ അർഹിക്കുന്നില്ല, എനിക്കുള്ളതെല്ലാം നീ തന്നതാണ്, അതിനാൽ നീയാണ് യഥാർത്ഥത്തിൽ സ്തുതികൾക്ക് അർഹൻ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതിനെ ആ ഒരു ബോധത്തെ മനസ്സിലേക്ക് ആന്തരീകരിക്കുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.